അത് ഞാൻ പറഞ്ഞതല്ല, ദയവ് ചെയ്ത് അത് ട്രോൾ ഉണ്ടാക്കുന്നത്. അത് ഡയറക്ടറിന്റെ ട്രോളാണ്. അത് ഡയറക്ടറിന് തന്നെ കൊടുക്കുക. We were shocked to listen to that. Like, yeah. I mean, I wish we didn't have to celebrate it so much. You know, like that it was a cinematographer who was a woman. I wish it was part of it. Regular films. പക്ഷെ അങ്ങനെ അല്ല. ഒരു ചില സിനിമയിലൊക്കെ ആരും ഇല്ല. Like there'll be one female lead and like just only men. Because of this health issues, ഞാൻ traumatized ആയിരുന്നു. Second schedule also, I was like, എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഇനി 2 ദിവസം കൂടിയുള്ളൂ, ഒരു ദിവസം, few more hours and this is over എന്ന് പറഞ്ഞു കഴിഞ്ഞ് പാക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കാറിൽ ഹോട്ടലിലേക്ക് പോകുന്ന ഒരു ജേർണി ഉണ്ടായിരുന്നു. ആ ജേർണിയാണ് ഞാൻ ആക്ച്വലി ധർമ്മശാല ഇത്ര ഭംഗിയുള്ള സ്ഥലമാണോ നോക്കുന്നതും എനിക്കെല്ലാം ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഭയങ്കര 3 dimensional ആയിട്ട് എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നതൊക്കെ പോലെ തോന്നിയത്. ആ സീൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് ബ്രോക്ക് മീ ഡൗൺ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ആ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കരഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഐ ജസ്റ്റ് റിയലി വാസ് ഫീലിംഗ്, എനിക്കത് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ ശരിക്കും ആ സീനിൽ എനിക്കുണ്ടായത് ഞാൻ ശരിക്കും ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഫിയർ ചെയ്യുകയും ചെയ്തു. ഈശ്വര, ഞാൻ അങ്ങനെ ഒരു ഗ്രാമത്തിലായിരുന്നെങ്കിലോ എന്നാലോചിച്ച് ഞാൻ ഫിയർ ചെയ്ത് ഞാൻ കാറിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ കരച്ചില് ഭയങ്കര രസമാണ് അവിടെ ആ ലോകത്ത് അനുപമനെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പല ആൾക്കാർ നമ്മൾ ബുള്ളി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നമുക്കൊരു കുറെ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ വി ഓൾവേസ് വാണ്ട് എ ഫ്രഷ് സ്റ്റാർട്ട്. നമുക്ക് ഒരു ബാഗേജും ഇല്ല, ബേർഡനും ഇല്ല, അല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ലാതെ വി നീഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് ആ സമയത്ത്. ഈവൻ ആഫ്റ്റർ ഇപ്പൊ ഹൃദയം അല്ലെങ്കിൽ സീ യു സൂൺ ആൻഡ് ജയ്ഹി ഒക്കെ വന്നു കഴിഞ്ഞിട്ടും which is why I'm very comfortable playing not a lead, or I love the fact that എന്നെ എല്ലായിടത്തേക്കും പ്ലേസ് ചെയ്യാൻ പറ്റണം ആസ് എൻ ആക്ടർ എന്നാണ് എൻ്റെ ആഗ്രഹം. ഭയങ്കര അവര് ആദ്യം ചോദിക്കുന്നത് ഹീറോ ആരാന്നാണ് എപ്പോഴും. തെലുഗു പടം ആരാണ് ഹീറോ എന്നാണ് ചോദിക്കുന്നത്, ആരുടെ ഹീറോയിൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പടം വരുന്നു എന്ന് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി പാർട്ട്. നമസ്കാരം. മീഡിയോണോടൊപ്പം ഉള്ളത് അനുപമ ആൻഡ് ദർശന, സുബു, അമിഷ്ട. വെൽക്കം. താങ്ക് യു. പർദ്ദയാണ് വിശേഷം. ഞാൻ മുന്നേ സംസാരിക്കുന്നത് കേട്ടു, ഇതൊരു സിന്ദഗീന മിലഗി ദോബാരയിൽ തുടങ്ങി കാന്താരയിൽ അവസാനിക്കുന്ന ഒരു കഥയാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അത് ഞാൻ പറഞ്ഞതല്ല, ദയവ് ചെയ്ത് അത് ട്രോൾ ഉണ്ടാക്കുന്നത്. അത് ഡയറക്ടറിന്റെ ട്രോളാണ്. അത് ഡയറക്ടറിന് തന്നെ കൊടുക്കുക. We were shocked to listen to that. Like, yeah. Okay, actually what is പർദ്ദ? എന്താണ് അതിന്റെ ഒരു വേൾഡ്? ഇതൊരു ഫോക്ലോർ പോലെ, പക്ഷെ എന്നാൽ ഒരു റോഡ് ഫിലിം പോലെയൊക്കെ ഉള്ള ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സുബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പടത്തി എന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടുത്തെ ഒരു ഭയങ്കര ഫിക്ഷണൽ ആയിട്ട് ഉള്ളൊരു ഗ്രാമമാണ്. അങ്ങനത്തെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നതിൽ അങ്ങനത്തെ ഒരു കൾച്ചറോ ഗ്രാമോ ഒന്നുമില്ല. ബട്ട് അവിടെ നിന്ന് ഉള്ള ആ പെൺകുട്ടി ലൈഫിൽ അവളൊരു പ്രോബ്ലം ഫേസ് ചെയ്യും. അതിൽ അമിഷ്ട എന്ന് പറഞ്ഞ കഥാപാത്രവും രത്നമ്മ എന്ന് പറഞ്ഞ കഥാപാത്രവും കൂടി ചേരുകയും ഇവർ 3 പേരുമായിട്ടുള്ള ഒരു ജേർണിയാണ് ഈ പറഞ്ഞ സിനിമ. ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് സീക്വൻസിലേക്ക് നിങ്ങൾ 3 പേരും വണ്ടിയിൽ ഇങ്ങനെ പോണേ. ഫസ്റ്റ് ഞാൻ ഓർത്തത് പാച്ചഡ് എന്ന് പറയുന്ന സിനിമയിൽ അവര് 3 പേരും കൂടെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണി ഉണ്ടല്ലോ, അതാണ് ആദ്യം തന്നെ മൈൻഡിലേക്ക് വന്നത്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് ഫാക്ടർ ഓഫ് ലൈക്ക് 3 women കമ്മിങ് ടുഗെദർ ആൻഡ് ഇൻ എ ജേർണി അവർ ഒന്നിച്ചു പോകുന്നു, ലേൺ ചെയ്യുന്നു, അൺലേൺ ചെയ്യുന്നു. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫാക്ടർ? ടു ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട് ബിഫോർ അബൌട്ട്, ഞാൻ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവറിനോട് സംസാരിച്ചപ്പോൾ ഷീ വാസ് സേയിങ് പാരഡൈസിന്റെ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ യു ഹാഡ് സ്പോക്കൺ അബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. ആൻഡ് അത് സിനിമയിൽ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ പോയിട്ടേ ഇല്ല, വെരി റെയർലി. ഇപ്പോൾ പാച്ചഡ് എന്ന് പറയുന്ന സിനിമ എത്ര കാലം മുമ്പത്തെ ഒരു പടമാണ്, ഇറ്റ് ഡിഡ്ന്റ് ഈവൻ കം ടു മൈ മൈൻഡ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കല്ല ഒരു യുനോ ലൈക്ക് ഈ വിമൻ തമ്മിലുള്ള ബോണ്ട്, പല ബോണ്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അത് ഒരു പടത്തിൽ ചെയ്യാൻ പറ്റുന്നതും 3 വെരി ഡിഫറെൻറ്റ് വേൾഡ്സ് ഓഫ് വിമൻ ആണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്നതും, ഒരു രത്നമ്മ എന്ന് പറയുന്ന 3ാമത്തെ സംഗീത മാം പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്, ഷീസ് എ ഹോം മേക്കർ. അപ്പോൾ അങ്ങനത്തെ ഒരു മിഡിൽ ഏജ്ഡ് ക്യാരക്ടർ ഫുൾ ലീഡ് കഥാപാത്രം വരുന്നതും ഇതൊക്കെ വെരി റെയർ ആണ്. അപ്പം അങ്ങനത്തെ ഒരു പടം വലിയ രീതിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്, ലൈക്ക് ദാറ്റ് വാസ് എ ബിഗ് പുൾ ഓർ എ ഡ്രോ ഫോർ മീ. ഐ ഡിഡ്ന്റ് ഹാവ് ടു തിങ്ക് മച്ച്. I wanted to be part of something. അതും in an industry like Telugu where അത്രയും കൂടി വരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ പോലെ ചെയ്യുന്ന ഒരു
ടീമും പ്രൊഡ്യൂസർ ദാറ്റ്സ് ബാക്കിംഗ് ഇറ്റ് അപ്പ് വിത്ത് ഓൾ ദാറ്റ് ഹി ഹാസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പടം ഡെഫിനറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് മോർ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പടം ഞാൻ നോർമലി ഔട്ട്കമ്മിൽ ആസ് മച്ച് ആസ് കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ്സിൽ വെരി ഹാപ്പി ഔട്ട്കം വിൽ ഡീൽ വിത്ത് ഇറ്റ് അങ്ങനെ ഒരു ഇതിലാണ്. ബട്ട് ദിസ് സംഹൗ ഐ എം ഫീലിംഗ് എ ലിറ്റിൽ മോർ ഇൻവെസ്റ്റഡ് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇതിൽ ലാർജർ ഒരു സാധനമുണ്ട്. ഇങ്ങനത്തെ ഒരു പടം തെലുഗുവിൽ വർക്ക് ആയാൽ ഇങ്ങനത്തെ പല പല സ്ക്രിപ്റ്റ്സ് വരും, ഇങ്ങനത്തെ പല പല ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ധൈര്യം വരും ഇങ്ങനത്തെ പടങ്ങളും അല്ലെങ്കിൽ വേറെ വേൾഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ധൈര്യം കൊടുക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എപ്പോഴും ഈ തെലുഗു ഇൻഡസ്ട്രീനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ വളരെ മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള സെറ്റ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ വരുന്നു, അങ്ങനത്തെ കഥകൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെയാണ് പർദ്ദ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മുൻപ് അനുപമ പറയുന്നത് കേട്ടു, ഈവൻ ആ സെറ്റിൽ പോലും there were so many women, even your cinematographer is a woman, right? Her name is Mridul Sen. Yes. അപ്പം ഇത്രയും സ്ത്രീകൾ അതിന്റെ മൊത്തം പാർട്ട് ടൈം ആണല്ലോ. അതുകൂടെ ഒരു ചേഞ്ച് അല്ലേ? ലൈക്ക് കുറച്ചുകൂടെ തെലുഗു ഇൻഡസ്ട്രീനെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഹൗ ഡു യു ഫീൽ ഈ ഒരു? എൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെയുള്ള ഒരു തെലുഗു സിനിമയിൽ ഇത്രയധികം പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്കെന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നോക്കുമ്പോൾ. ലൈക്ക് ഇത് എഴുതിയിരിക്കുന്നതിൽ പ്രഹാസ് ഉണ്ട്, പൂജിത, പിന്നെ അതേപോലെ തന്നെ KP എന്ന് പറഞ്ഞ കൃഷ്ണ പ്രത്യക്ഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഷി വാസ് ദ സ്ക്രിപ്റ്റ് ഡോക്ടർ ഓഫ് ദിസ് ഫിലിം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലെ പെൺകുട്ടികൾ, ADസിൽ പെൺപിള്ളേർ, സോ എവ്രിവെയർ നമ്മുടെ DOP പെൺകുട്ടി, ഇത്രയും പെൺകുട്ടികളുള്ള ഒരു സെറ്റൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല ഇന്ന് വരെ. സോ ഇറ്റ് വാസ് വെരി റിഫ്രഷിങ്. എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ് ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ നീഡഡ് ഇറ്റ്. അതായത് ഇതിന് ഒരുപാട് അത്യാവശ്യമായിരുന്നു. എല്ലാ സിനിമകളിലും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷേ ഈ സിനിമയ്ക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇതൊരു സ്ത്രീകളുടെ പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു സിനിമയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇത്രയും ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇത്രയും സ്ത്രീകളുടെ കൂടെയല്ലേ. സോ അങ്ങനെ ഒരു സ്ത്രീകൾക്ക് അത്രയും വർക്ക് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇമാജിൻ ഹൗ മച്ച് ഹി വുഡ് വാണ്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് വിമൻ ഇൻ ദ ഫിലിം ടു. അപ്പോൾ ആ ഡിസ്കഷൻസും ഡിബേറ്റ്സും ഒരുപാട് നടന്ന് നമുക്ക് കറക്റ്റായി തോന്നുന്ന നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിലൂടെ എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നു അത് നടക്കാനായിട്ട് I think that was very, very, very important. I think it's not, I mean, I wish we didn't have to celebrate it so much, you know, like, that it was a cinematographer who was a woman. I wish it was part of it. Regular films. പക്ഷെ അങ്ങനെ അല്ല. ഒരു ചില സിനിമയിലൊക്കെ ആരും ഇല്ല, like there'll be one female lead and like just only men. We're all used to that. So in a world like that, ingane films varumba we have to bring notice that ingante oru padam idu ingane cheyan noki and we have to commend it. Yes. ഈ പലപ്പോഴും നമ്മൾ ഈ ഫീമെയിൽ സെൻട്രിക് കഥകൾ അല്ലെ അത്തരം സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വരാറുള്ള ക്രിറ്റിസിസം ആണ്, ഹൗ കൻ എ റൈറ്റർ ഹു ഈസ് a man can write movies or stories about women who are actually suffering from patriarchy. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ കൂടെ അവിടെ ഡീൽ എനിക്ക് തോന്നുന്നു അതിനായിരിക്കാം ഒരു പക്ഷെ ഇത്രയും സ്ത്രീകളുടെ എക്സ്പീരിയൻസ് വന്നത്. ഹൗ വാസ് ദാറ്റ് POV? അങ്ങനെ ഒരു POV സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഒരുപാട് സ്ത്രീകളുടെ എക്സ്പീരിയൻസസ് കൊണ്ടുവരുന്നു. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് കൂടെയാണല്ലോ. അപ്രോച്ചിനെ പറ്റി എന്താണ് തോന്നിയിട്ടുള്ളത്? Like you said, Praveen, he's very aware, he's very cognizant of the fact that ഞാനൊരു ആണാണ് ഈ 3 വിമനെ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഐ തിങ്ക് ഈവൻ വെദർ ദിസ് റൈറ്റേഴ്സ് പ്രഹാസ് ആൻഡ് പൂജിത, ഐ മീൻ ലൈക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടു ഇന്ററാക്ട് എ ലോട്ട് വിത്ത് പൂജിത, പക്ഷെ പൂജിത കുറേ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഈ 3 വിമൻ. പിന്നെ ഇവർക്കൊക്കെ ഹി യൂസ് ടു വർക്ക് എ ലോട്ട് കൊലാബറേറ്റീവ്ലി. ഇപ്പോൾ ഈ എല്ലാവരും ഈ കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് ഇത്. അപ്പോൾ ദ വിമൻ ഓൺ സെറ്റ് വേർ അലൗഡ് ടു സേ, ഇൻക്ലൂഡിങ് അസ്, we were all very no, അത് അങ്ങനെയല്ല, യുനോ, അങ്ങനെ ഒരു സ്പേസ് തന്നിരുന്നു, നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി യൂസ് ടു കം ആൻഡ് കീപ് ആസ്കിങ് us for feedback. അപ്പോൾ ജസ്റ്റ് ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ റാൻഡംലി ഒക്കെ വിളിക്കും. ഷീസ് ഓൾസോ ഗോട്ട് എ കോൾ, ഐ ഹാവ് ഓൾസോ ഗോട്ട് മൾട്ടിപ്പിൾ കോൾസ്. വാട്ട് ഡു യു തിങ്ക്, വാട്ട് വുഡ് ഷീ സേ ഹിയർ, വൈ, വാട്ട് വുഡ് ഷീ ബി ഫീലിംഗ് ഹിയർ? അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ മാറ്റിന്നല്ല പറയാ, ഇങ്ങനെ മാറ്റുന്നതിന് എന്താണ് ഒപ്പീനിയൻ എന്നാ ചോദിക്കാം. ഇറ്റ്സ് ഓൾവേസ് ഓപ്പൺ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇതിങ്ങനെ മാറ്റി. നോ, യാ.
So that way he was very collaborative, and that's the reason why I feel like the women are sensitively handled in the film. And that's the reason probably where we are sitting here and talking so much about the film, no? Yeah. Because we had that. Yeah, I'm so happy like two women are working around and promoting a movie with all energy. Yes, yes. also very Yeah, very excited. We're really missing Sangeeta ma'am. സംഗീത മാം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. She would have been so nice. ഇതെങ്ങനെയായിരുന്നു നിങ്ങൾ മൂന്ന് പേര് പ്രത്യേകിച്ച് ട്രാവൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് നമുക്ക് എല്ലാവർക്കും തമ്മിൽ കൂട്ടിക്കെട്ടാനുള്ള ഒരു ഫാക്ടർ കൂടെയാണല്ലോ. ട്രാവലിംഗ് എങ്ങനെയായിരുന്നു മൂന്ന് പേരും? ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ട്രാവൽ ആയിരുന്നു. അപ്പൊ പക്ഷെ ആ കഷ്ടങ്ങളിലൂടെയാന്ന് തോന്നുന്നു ഞങ്ങൾ ഇത്ര ക്ലോസ് ആയത്. ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും താങ്ങി തമ്മിൽ താങ്ങി. It is like wonderful. You know, I would actually ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഐ വിൽ ആക്ച്വലി മിസ് ദോസ് ജേർണി. നമ്മളിപ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഓർക്കുന്നില്ല, പക്ഷേ ഈ സിനിമ കഴിയുമ്പോൾ ഐ എം ലൈക്ക് ദാറ്റ് വാസ് എ നൈസ് ടൈം ആക്ച്വലി. നമ്മൾ ആ ജീപ്പിലൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി വെറുതെ ജീപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സംസാരിക്കും ഓരോന്നൊക്കെ. That was beautiful. ഞങ്ങൾ എങ്ങനെയാണ് അത്ര ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കഥാപാത്രങ്ങളിലേക്ക് കയറാൻ പറ്റിയതെന്നോ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ seamlessly നടന്നു അത്. ആക്ച്വലി ഇറ്റ് വാസ് എ വെരി നൈസ് മിക്സ് ഓഫ് ദീസ് ത്രീ വിമൻ, ആൻഡ് I'm like എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു രണ്ടുപേരും, ഫ്രോം ലൈക്ക് ജസ്റ്റ് as the actor and as the character. Like it was very interesting. ഇപ്പോൾ ലൈക്ക് ഇവർ രണ്ടുപേരും തെലുഗു പടങ്ങൾ ചെയ്തിട്ടുണ്ട്, തെലുഗു ഫെമിലിയർ ആണ്. ഞാൻ ആ വേൾഡിലേക്ക് തന്നെ പുതിയതായിട്ട് പോകുന്ന ഒരാളാണ്. ആൻഡ് ദേ ബോത്ത് റിയലി ജസ്റ്റ് ഹെൽപ് മീ. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. സോ എനിക്കിപ്പോ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തിങ്കിങ് അബൌട്ട് നമുക്ക് മനസ്സിൽ നിന്ന് ഭയങ്കര ഒരു പ്രത്യേകത ഒരു ഫീൽ ഇല്ലേ, അത് വരുന്നുണ്ട്. What was that most memorable moment in that journey? അസുഖം വന്നത് പറയണ്ട, അതാ പറഞ്ഞ മോസ്റ്റ് മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും അതന്നെ. പക്ഷെ യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ വി ഷോട്ട് ഇൻ ധരംശാല. പാക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് ധരംശാല ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് ഞാൻ ആക്ച്വലി അതെനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് അതെ, ലൈക്ക് ഞാൻ ബിക്കോസ് ഓഫ് ദിസ് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിരുന്നു. സെക്കൻഡ് സ്കെഡ്യൂൾ ഓൾസോ ഐ വാസ് ലൈക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനം എത്തിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഇനി 2 ദിവസം കൂടിയുള്ളൂ, ഒരു ദിവസം ഫ്യൂ മോർ അവേഴ്സ് ആൻഡ് ദിസ് ഇസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പാക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കാറിൽ ഹോട്ടലിലേക്ക് പോകുന്ന ഒരു ജേർണി ഉണ്ടായിരുന്നു. ആ ജേർണിയാണ് ഞാൻ ആക്ച്വലി ധരംശാല ഇത്ര ഭംഗിയുള്ള സ്ഥലമാണോ നോക്കുന്നതും എനിക്കെല്ലാം ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഭയങ്കര 3 dimensional എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നതൊക്കെ പോലെ തോന്നിയത്. സോ ദാറ്റ് വാസ് ലൈക്ക് വൺ സ്പെഷ്യൽ മൊമെന്റ്. എനിക്ക് ഐ തിങ്ക് ഫോർ മീ ഐ റിമെമ്പർ വെരി ക്ലിയർലി ഒരു സീക്വൻസിൽ മഞ്ഞ് ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ മഞ്ഞിലായിരുന്നു, ഫുൾ വൈറ്റ്, ഫുൾ കുറേ ബുദ്ധിമുട്ടിയാണ് അതിന്റെ മുകളിലേക്ക് എത്തിയത്. അപ്പൊ ഐ തിങ്ക് ഒരു 4:30-5 ആയി. വി ഹാവ് ടു ബി സ്റ്റാർട്ടിങ് ബാക്ക് ഡൗൺ ബൈ 6. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇല്ല, സമയമില്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടി അവിടെ എത്തി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ലൊരു മെമ്മറി ഉണ്ട്, പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല. ഐ നോ വാട്ട് യു ആർ തിങ്കിങ്. പക്ഷെ അവിടെ പോയിട്ട് അപ്പൊ ഈ ഐ തിങ്ക് യുനോ ഡയറക്ടറിന്റെയും ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഐ തിങ്ക്. അപ്പോൾ ഹി വാസ് ഡിറക്ടിങ് അനുപമ ഇൻ എ സീൻ ആൻഡ് ഹി ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു, ഇത് യുനോ എനിക്കിത് ഭയങ്കര പേഴ്സണൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഹി വാസ് ടെലിങ് ഹർ ഹൗ ഞാൻ സുബുനെ പോലെയാ, എനിക്ക് ഇത്രയും ചെറിയൊരു നാട്ടിൽ നിന്ന് ഞാൻ ഈ മലയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കും, മഞ്ഞ് കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. And he started crying. He was very passionately telling her about the scene, and I remember thinking, you know, like I'm so glad I'm part of telling his story, this story. So yeah, I think that was a moment. That was a beautiful moment actually. Yes. And സമയമില്ല, അതിന്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. It was special. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സുബ്ബു ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രിവിലേജോ ഇല്ലാത്ത ഒരാളാണ്, ആളുടെ ലോകത്തേക്ക് മാറുകൂടെയാണല്ലോ. ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ലൈക്ക് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ലോകം, അവിടെ അറിയില്ലാത്ത കുറെ മനുഷ്യർ, അവരിലേക്ക് മാറുന്നൊരു പ്രോസസ് ഇല്ലേ, അതെന്തായിരുന്നു? സോ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ബിഗിനിങ് സമയത്തൊക്കെ ഐ വാസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ലൈക്ക് എൻ്റെ പരത, ഞാൻ ഈ പരതയിലൂടെ എങ്ങനെ അഭിനയിക്കും, അതൊക്കെയാണ്. ആ ഗ്രാമം എനിക്ക് ഭയങ്കര, എനിക്ക് നാട്ടുമ്പുറങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വില്ലേജ് സെറ്റപ്പ്, കുറേ മൃഗങ്ങൾ, മറ്റേ പശുവാട്, എരുമ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഭയങ്കര അങ്ങനത്തെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഒരു സന്തോഷം വരും. സോ ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് അങ്ങനെ ഒരു മറ്റേ ഈ പരുത്തിയില്ലേ, പരുത്തി ഒക്കെ ഉള്ളൊരു അതിൻ്റെ തോട്ടത്തിലായിരുന്നു, തോട്ടത്തിൻ്റെ ആ ഭാഗത്തുള്ളൊരു ഏരിയയിലായിരുന്നു. സോ
ആ നാട്ടിലെ ആക്ച്വൽ ആൾക്കാരും റിയൽ ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാർ പോലും, ഞാൻ പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരല്ലാതെ ആൾക്കാർ പോലും ഇപ്പോഴും മറ്റേ ധോത്തിയൊക്കെ പണ്ടത്തെ ആൾക്കാർ പോലെ കൊടുത്ത് മറ്റേ അവിടെ ഇവിടെയൊക്കെ കവലയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് ഇതിനൊക്കെ അവേ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ദാറ്റ് ഓൺലി ക്രിയേറ്റഡ് സം ഡിഫറൻസ് ഇൻ മീ. പിന്നെ ഇവൻച്വലി യുനോ ഈ കഥാപാത്രത്തിന്റെ ജേർണി, അവളുടെ സ്വപ്നങ്ങൾ ആൻഡ് ഹൗ സംതിങ് റിയലി ബാഡ് ഹാപ്പൻസ് ടു ഹർ ലൈഫ്, അത് അവളുടെ മിസ്റ്റേക്ക് കൊണ്ടേ അല്ലാത്തൊരു കാര്യം നടക്കുന്നതും അത് കഴിഞ്ഞ് അവൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ ജേർണിയിൽ ദർ വാസ് വൺ പെർട്ടിക്കുലർ സീൻ ദറ്റ്, ഞാൻ ആ ഗ്രാമത്തിൽ ചെയ്യുന്ന ഒരു സീനാണ്. ആ സീൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് ബ്രോക്ക് മീ ഡൗൺ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ആ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കരഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഐ ജസ്റ്റ് റിയലി വാസ് ഫീലിംഗ്, എനിക്കത് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ ശരിക്കും ആ സീനിൽ എനിക്കുണ്ടായത് ഞാൻ ശരിക്കും ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഫിയർ ചെയ്യുകയും ചെയ്തു. ഈശ്വര, ഞാൻ അങ്ങനെ ഒരു ഗ്രാമത്തിലായിരുന്നെങ്കിലോ എന്നാലോചിച്ച് ഞാൻ ഫിയർ ചെയ്ത് ഞാൻ കാറിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ കരച്ചില്. ഇവരൊക്കെ ചോദിക്കേണ്ടത് എന്ത് പറ്റി, വല്ലവരും പറഞ്ഞോ, വല്ലവരും പിടിച്ചോ തൊട്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് ഞാൻ ആലോചിച്ച് എനിക്കത് ഫീൽ ചെയ്തപ്പോൾ ഉള്ളൊരിതാണ്. സോ പറഞ്ഞതുപോലെ നമ്മൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളുടെ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമുക്കുള്ള ഈ ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര പ്രിവിലേജ് ആണത്. മുൻപ് ജയയുടെ സമയത്ത് ദർശന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ആളുടെ പശ്ചാത്തലം അല്ല ദർശനയുടെ പശ്ചാത്തലം. അപ്പൊ അതിലേക്ക് മാറുമ്പോഴുണ്ടാവുന്ന കുറെ റിയലൈസേഷൻ ഉണ്ട്. അതായത് എന്തുകൊണ്ട് ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജയയുടെ പോലത്തെ സാഹചര്യങ്ങളായതുകൊണ്ടാകാം എന്നുള്ളൊരു തോട്ട് വന്നു എന്ന് പറഞ്ഞു. ഈ പർദ്ദയിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ മാറ്റങ്ങൾ ആ പ്രോസസ് ചിന്തയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഇതേ ഇപ്പൊ ജയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതില് വെരി ഫെമിലിയർ കോണ്ടെക്സ്റ്റും ഒക്കെയാണ് ആമിയുടെ, അല്ലെങ്കിൽ ഹെർ അപ്ബ്രിങ്ങിങ് ആൻഡ് ഹെർ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഓവർ അച്ചീവർ ഗേൾ. ബട്ട് ഐ തിങ്ക് ഐഡിയോളജിക്കലി വെരി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പേട്രിയാർക്കൽ വേൾഡിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ദർശനയും ആമിയും ഭയങ്കര വ്യത്യാസത്തോടെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് ഐ ഫിഗേർഡ്. അപ്പോൾ ഷീ ഈസ് ഇത്രയും സോ മച്ച് എന്താ പറയുക, ഐ എം ഡീലിംഗ് വിത്ത് സോ മെനി ഇൻജസ്റ്റിസസ്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ ദേഷ്യം, ഭയങ്കര ആങ്സ്റ്റിയാണ്. ഷീസ് ആംഗ്രി വിത്ത് ദ വേൾഡ്, ഷീസ് ആംഗ്രി വിത്ത് മെൻ, you know, or like she feels the need to you know, if I have to keep going, I need to be a man. അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റം ആണ് അമിയുടെ, which is not at all my world of ഐഡിയ ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് യുനോ, ഐ തിങ്ക് ആസ് ആക്ടേഴ്സ് വി ആർ ഫോഴ്സ്ഡ് ടു ബി മോർ ആൻഡ് മോർ എംപത്തറ്റിക്. ലൈക്ക് ആ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ. ബിക്കോസ് നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത, നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല ആലോചിക്കുന്നത്. ബട്ട് വൈ ഈസ് ഷീ തിങ്കിങ് ലൈക്ക് ദാറ്റ്, വാട്ട് മേക്സ് ഹർ തിങ്ക് ദാറ്റ്? അപ്പോൾ എനിക്ക് ഐ ഫീൽ ലൈക്ക് ഐ ഡു ബിക്കം എ ബിഗർ പേഴ്സൺ വിത്ത് ഈച്ച് ഫിലിം, ഈച്ച് ക്യാരക്ടർ ഐ ഗെറ്റ് ടു പ്ലേ. വാട്ട് ഈസ് യുവർ POV ഇൻ ദിസ്? ഈ ഓരോ ക്യാരക്ടറിലൂടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെയാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. മേ ബി ഇപ്പം പ്രേമത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുടെ ബാക്ക്ഗ്രൗണ്ടേ ആയിരിക്കില്ല ഒരുപക്ഷെ അനുപമയുടെ. പക്ഷെ നമ്മൾ ഒരുപാട് പല പല ചെരുപ്പുകളിട്ട് പോകുന്ന സമയത്ത് ഇതെപ്പോഴെങ്കിലും സ്വന്തം പെർസ്പെക്റ്റീവിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ എല്ലാ സെക്കൻഡും നമ്മളൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ വേറൊരാളാവണം എന്നുണ്ടെങ്കിൽ ദർസ് വേ ബിയോണ്ട് ദാറ്റ് വി ഹാവ് ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഇതിൽ ഓരോ എല്ലാതും അല്ലെങ്കിലും വി ഡോണ്ട് എക്സ്ട്രാക്ട് ദി എൻറ്റയർ തിങ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ആ ജേർണിയിൽ നമ്മൾ അറിയാതെ എടുത്തു പോവും. അപ്പോൾ അത് പെർട്ടിക്കുലർലി ഇന്നൊരു കഥാപാത്രത്തിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ജേർണി. ആൻഡ് അതുകൊണ്ടാണ് ആക്ടിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കാത്ത പല ലൈഫും ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ, പല ഭാഷകൾ, പല ആൾക്കാരെയൊക്കെ പഠിക്കാനായിട്ടും പറ്റുന്ന ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നൈസ്. ഐ ജസ്റ്റ് ഹോപ്പ് ലൈക്ക് ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ എനിക്ക് കുറെ പഠിക്കാൻ പറ്റട്ടെ. You learn Telugu അല്ലേ? You're now fluent in Telugu അല്ലേ? ഭയങ്കര രസാ അവിടെ ആ ലോകത്ത് അനുപമനെ കാണാൻ. She's killing it. Like so she belongs there, she belongs here. അങ്ങനെ ഒരു ആക്ടർ എല്ലായിടത്തും അത്രയും യുനോ അത്രയും എന്താ പറയുക ബിലോങ്ങിങ്ങോട് അത്രയും സ്നേഹം ചുറ്റുമുണ്ട്. So for me also, I've said this multiple times, but it really helped me to feel at home.
അനുപമ അവിടെ പോയി ഹൗ ഷീ വാസ് ഹാൻഡ്ലിങ് ഭാഷയായാലും ഇൻഡസ്ട്രി ആയാലും ഈ വർക്ക് ആയാലും ജസ്റ്റ് ടു സീ ഹൗ ഷീ വാസ് ഡൂയിങ് ഇറ്റ് ഐ വ് ലേൺഡ് എ ലോട്ട്. Okay, how was your feeling like ഇവിടുന്ന് തെലുങ്കിലേക്ക് പോയിട്ട് യു ഈവൻ സെഡ് ലൈക്ക് തെലുങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് മലയാളത്തിലേക്ക് ഒരു മടങ്ങി വരവ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. വാട്ട് വാസ് ദറ്റ് ഫീലിംഗ് ലൈക്ക് അവിടെ കിട്ടുന്ന ഒരു വാംത്ത് ഇല്ലേ? അവിടെ ഇങ്ങനത്തെ ഒരു വാംത്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോയതല്ല ഞാൻ. അതായത് നമ്മൾക്ക് ഉണ്ടാവില്ലേ, നമ്മളെന്തെങ്കിലും ഇപ്പം നമ്മുടെ സ്കൂളിൽ നമ്മുടെ പല ആൾക്കാർ നമ്മൾ ബുള്ളി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നമുക്കൊരു കുറേ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ വി ഓൾവേസ് വാണ്ട് എ ഫ്രഷ് സ്റ്റാർട്ട്. നമുക്ക് ഒരു ബാഗേജും ഇല്ല, ബേർഡനും ഇല്ല, അല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ലാതെ വി നീഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് ആ സമയത്ത്. ബിക്കോസ് ഐ വാസ് ലൈക്ക് ടോട്ടലി നോട്ട് വെരി ഓക്കെ വിത്ത് വാട്ട് എവർ ഇറ്റ് വാസ്. അപ്പോൾ ആ ഫ്രഷ് സ്റ്റാർട്ടിനെ ഉദ്ദേശിച്ചുള്ളൂ. അത് അവിടെ നന്നാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അന്ന്. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് മൈ ട്രൈ. എന്തായാലും ഞാൻ ഇറങ്ങി, ഇനിയിപ്പോൾ നമ്മൾ നനഞ്ഞു കുളിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ജസ്റ്റ് പുട്ട് എൻ എഫേർട്ട് ആൻഡ് ജസ്റ്റ് സീ വാട്ട് ഐ ക്യാൻ ഡു. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി എങ്ങനെയാണെന്നുള്ളത് that's all about it. അതിൽ ഈ മലയാള സിനിമ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എല്ലാവർക്കും ആഗ്രഹമുള്ള ഇല്ലല്ലോ. ഏത് ആക്ടറിനോട് ചോദിച്ചാലും മലയാളം സിനിമ ചെയ്യണം എന്നുള്ളത് അവരൊക്കെ ആഗ്രഹം തന്നെയാണ്. ആഗ്രഹമുണ്ട്, പക്ഷേ നല്ല കഥാപാത്രങ്ങൾ വരണം. അതിന് നല്ല കഥാപാത്രങ്ങൾ വരണമെങ്കിൽ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർ അടുത്ത കഥാപാത്രങ്ങൾ നമുക്ക് തരിക. അപ്പോൾ അതൊക്കെ എല്ലാ സമയത്തും നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ അത് നടക്കും, അത്ര തന്നെ. ഓക്കെ, ദർശനയുടെ ക്യാരക്ടേഴ്സിൽ ഈ മേജർ റോള് അല്ലെങ്കിൽ ലീഡ് റോളിനെക്കാട്ടിലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ചെറിയ ചെറിയ വേഷങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വൈറസ് ആണെങ്കിലും തുറമുഖത്തിലെ ഖദീജ ആണെങ്കിലും ഇതൊക്കെ കുട്ടി കഥാപാത്രങ്ങളാണെങ്കിലും അതൊരു ഭയങ്കര ഒരു ഫോർ ആൻ ആക്ടർ അതൊരു ഭയങ്കര രസമുള്ള സ്പേസ് കൂടെയാണല്ലോ. ഇത്തരം കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിലുള്ള ഒരു ടേക്ക് എന്താണ്? I love it. എനിക്ക് as much as I love doing a lead character, I feel like കുറേ challenges ഉണ്ട്. ഇപ്പോൾ ഖദീജ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി സമയം കൊണ്ട് വലിയൊരു കഥ പറയാനുണ്ടല്ലോ. അപ്പോൾ കുറേ പണിയെടുത്താലേ നമുക്ക് കിട്ടുന്ന ആ കുറച്ച് സമയം കൊണ്ട്, അല്ലെ ഓഫ് കോഴ്സ് ദ മേക്കേഴ്സ് ആൻഡ് എവ്രി വൺ ടുഗെദർ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ഈവൻ ആഫ്റ്റർ ഇപ്പോൾ ഹൃദയം അല്ലെങ്കിൽ സി യു സൂൺ ആൻഡ് ജയഹി ഒക്കെ വന്നു കഴിഞ്ഞിട്ടും വിച്ച് ഇസ് വൈ ഐ എം വെരി കംഫർട്ടബിൾ പ്ലേയിങ് നോട്ട് എ ലീഡ്, ഓർ ഐ ലവ് ദ ഫാക്ട് ദറ്റ് എന്നെ എല്ലായിടത്തേക്കും പ്ലേസ് ചെയ്യാൻ പറ്റണം ആസ് എൻ ആക്ടർ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് of course lead characters ചെയ്യാൻ പറ്റുന്നത് is a blessing, because അത്രയും കാലം നമുക്കത് എക്സ്പ്ലോർ ചെയ്ത് ആ ഡെപ്തിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഈ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 ദിവസമൊക്കെയാണ് ഷൂട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഷൂട്ട് തീരും. അപ്പോൾ ഫോർ മീ വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ലീഡ് ക്യാരക്ടേഴ്സ് ഇറ്റ് വാസ് സച്ച് എ കിക്ക്. ഐ വാസ് ലൈക്ക് wow, I have 60 days to do this, അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് I still find joy in doing the 4 days of shoot. Or ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ we are following her story, but I see the value in ഈ ആമി എന്ന് പറയുന്ന ക്യാരക്ടർ, how important it is to her story, and I am very comfortable and secure in that space. And അത് എനിക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് like my job in this film is to support this character as beautifully as I can, and I'm very happy doing that. അപ്പോൾ അത് I want to continue doing in all ways, whether in whatever role it is, whether it's a 2-day thing or a 100-day thing, people should be able to see me. അപ്പോൾ that's my thing. ഇപ്പം മലയാള സിനിമയിലടക്കം വലിയ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈവൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സ്ത്രീകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി കൂടെ പലപ്പോഴും പർദ്ദയെ വായിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. How important is Paradha, the characters, the crew in this revolution? ഈ ഒരു സ്ത്രീകൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെവല്യൂഷനിലേക്ക് ഐ തിങ്ക് നമ്മുടെ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇതേപോലത്തെ റെവല്യൂഷണറി ആയിട്ടുള്ള കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് കോൺസ്റ്റന്റ്ലി നമ്മുടെ പല സമയത്ത് നമ്മൾ സോഷ്യൽ മെസ്സേജുകൾ പലപ്പോഴും കൺവേ ചെയ്യുന്നത് തന്നെ സിനിമകളിലൂടെയാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് നമുക്ക് പറയാനുള്ള, നമ്മൾ വോയിസ് ചെയ്യാനുള്ള ഒപ്പീനിയൻ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇൻജസ്റ്റിസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, പ്രോഗ്രസീവ് തോട്ട്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ നല്ലത് പറയാൻ ശ്രമിച്ചാലും ആൾക്കാർ അതിനെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കുന്ന സമയമുണ്ട്. So it's kind of good if it's implemented well, is what I feel. Yeah, no, I think like you said, it's an important time. മലയാളത്തിനെക്കാട്ടിലും
വേറൊരു ഇൻഡസ്ട്രി, ഇപ്പൊ തെലുഗു പോലത്തെ ഒരു ഇൻഡസ്ട്രി ലൈക്ക് യു സെഡ് വിച്ച് ഇസ് അത്രയും കൂടി ഇല്ലാത്ത, ലൈക്ക് വി ആർ നോട്ട് യൂസ് ടു. ഇപ്പൊ ഇതൊരു ഭയങ്കര ഫ്രഷ് കോൺസെപ്റ്റ് ആണ് അവിടെ. അത് ആലോചിക്കാൻ പറ്റാത്തൊരു സാധനമാണ് 3 പെണ്ണുങ്ങളെ വെച്ചിട്ടൊരു പടം എടുക്കാന്നുള്ളത്. ഇവിടെ ഒരു പക്ഷേ ഇതൊരു നോർമൽ, ഇവിടുത്തെ ഒറിജിനൽ പടമായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ഒരു നോർമൽ ഫിലിം, ഒരു സിനിമ ഇറങ്ങുന്നു, നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ, അല്ലെങ്കിൽ അല്ല അത്ര. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടോ, അതങ്ങനെ അവര് ആദ്യം ചോദിക്കുന്നത് ഹീറോ ആരാന്നാണ് എപ്പോഴും. തെലുഗു പടം ആരാണ് ഹീറോ എന്നാണ് ചോദിക്കുന്നത്, ആരുടെ ഹീറോയിൻ ആണ് ആക്ച്വലി. അപ്പൊ അങ്ങനത്തെ ഒരു പടം വരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി പാത്ത് ബ്രേക്കിംഗ്. അത് എത്ര പാത്ത് ബ്രേക്കിംഗ് ആണോ അത് അത്രയും എന്താ റിസ്കിയും കൂടെയാണ്. പ്രൊഡ്യൂസർ ഇറ്റ്സ് എ ബിഗ് റിസ്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാന്നുള്ളത്. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ പിന്നെ മാറ്റങ്ങൾ വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഹാപ്പനിങ് വിത്ത് എ ഫിലിം ലൈക്ക് ദിസ്. അപ്പോൾ ഇതിന്റെ ഇത് ബിയോണ്ട് ദ സക്സസ് ഓർ ഓൾ ഓഫ് ദാറ്റ് ഓഫ് എ ഫിലിം, ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ലാർജർ ചേഞ്ച്. യെസ്, ഐ ഹോപ്പ് സോ. എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, സംഗീത മാം. ലൈക്ക് നമ്മള് സമ്മർ ഇൻ ബത്ലഹേമിലൊക്കെ കണ്ടിട്ട് നമുക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു ക്യാരക്ടർ പോലെയാണ്. ഹൗ വാസ് വർക്കിംഗ് വിത്ത് ഹർ? Fabulous. We love working with her. ഭയങ്കര രസ. കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ സെറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു ഈസ് ഉണ്ട്. ലൈക്ക് ഷീ സോ ചിൽ. ആൻഡ് അവര് എന്ത് രസമായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യണേന്നറിയോ. സ്കിൻ ലൈക്ക് ഷീ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്, ഷീ ജസ്റ്റ് മെയിൻറ്റെയിൻസ് സോ വെൽ. അതേപോലെ തന്നെയാണ് ക്യാരക്ടറും. ഭയങ്കര പ്ലേഫുൾ, യങ്. ഒരു പക്ഷെ ഞങ്ങളെക്കാളും ഒക്കെ യങ് ആയിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ സൈക്കോളജിക്കലി. ഞങ്ങളുടെ കൂട്ടത്തിലെ ബിഗ്ഗസ്റ്റ് ബ്രാറ്റ് മാം. ഓക്കെ, സോ പർദ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ചേഞ്ച് ഉണ്ടാകട്ടെ, അതൊരു റീസൺ ആവട്ടെ ഒരു വലിയ ചേഞ്ചിനുള്ള. Thank you so much. Thank you so much. All the best for Thank you Paradha. very, very, very much.